ഹായ് ഓൾ, CA CPTക്ക് ശേഷമുള്ള ഇന്ററിന്റെ കഥകളാണ് ഇനി പറയാൻ പോകുന്നത്. CPT ഞാൻ പാസ്സായി 113 മാർക്കോട് കൂടിയിട്ട് 200-ല് എല്ലാവരും സന്തോഷമായി, കുടുംബക്കാരും നാട്ടുകാരൊക്കെ സന്തോഷമായി. പുറത്ത് സന്തോഷമാണ് ഞാൻ കണ്ടത് എല്ലാവരുടെയും. അപ്പോൾ പറ്റില്ല കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സാധനം ഫുൾ A+ ഒന്നും ഇല്ലാതെ തന്നെ പാസ്സാവാൻ പറ്റി. നല്ല എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു. ഫൈനലിൽ ചോദിക്കുമ്പോൾ അത്ര എഫേർട്ട് ഇല്ലെങ്കിലും അത്യാവശ്യം എഫേർട്ട് ഉണ്ടായിരുന്നു. കാരണം ചുരുങ്ങിയ മാസം കൊണ്ടാണല്ലോ ഞാൻ പഠിച്ചത്. 2 മാസം ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ് വർക്ക് ചെയ്തു, റിസൾട്ട് വന്ന് എല്ലാം ചടപട ചെയ്തായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആയി. അതിനുശേഷം ഇന്റർ എവിടെ ചെയ്യും, എങ്ങനെ ചെയ്യും, ആരോട് ചോദിക്കും, എവിടെ നിന്ന് അറിയും, ഒന്നും അറിയില്ല. കാരണം അന്ന് ജിയോ വന്നിട്ടില്ല, ഇൻസ്റ്റഗ്രാം പറഞ്ഞ സംഭവമേ ഇല്ല. യൂട്യൂബ് ഉണ്ട്, പക്ഷെ 20 MB 30 MB റീചാർജ് ചെയ്യുന്ന കാലമായിട്ട് തന്നെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 30 MB തീരുന്നുള്ളതുകൊണ്ട് യൂട്യൂബ് ഒന്നും അങ്ങനെ തുറന്നു നോക്കാറില്ല. വാട്സപ്പ് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടാ. സ്നാപ്ചാറ്റ് ഇല്ല, ബമ്പിൾ ഇല്ല, സ്വിഗ്ഗി ഇല്ല, സൊമാറ്റോ ഇല്ല, ഊബർ ഇല്ല, ഒല ഇല്ല. നേരാവണ്ണം ടച്ച് ഫോൺ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയ ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ, അല്ലെങ്കിൽ ലൈക്ക് അവിടെ ചെന്നാൽ നല്ലതായിരിക്കോ, ഇനി പ്രശ്നം വല്ലതും ഉണ്ടായിരിക്കോ, നമ്മളെ പറ്റിക്കപ്പെടുമോ. കാരണം CPTക്ക് തന്നെ ഞാൻ ഓൾറെഡി പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ശ്രീകുമാർ ഏതോ പറഞ്ഞ ഒരാള് സൂപ്പറായി എടുക്കുന്നൊക്കെ ചെന്നിട്ട് 2000 രൂപ കൊടുത്ത് പിന്നെ ആൾ വീടുണ്ടായില്ല. പിന്നെ പോലീസ് ഒന്നും ചെന്നില്ല. ലൈക്ക് ഞാൻ മാത്രമല്ല 10-15 ആൾക്കാരാണ്. കാരണം ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസിനുള്ള പൈസ കൊടുക്കണ തന്നെ ചിലപ്പോൾ 4000 വരും. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ എൻ്റെ 5 കോടി നഷ്ടപ്പെട്ടത് വീണ്ടും എടുക്കാൻ 10 കോടി ചിലവാക്കാൻ ഞാൻ മടിക്കില്ല പറഞ്ഞ അവസ്ഥയാവുന്നുള്ളതുകൊണ്ട് അതിന് പിന്നാലെ പോയില്ല. അതുകൊണ്ട് തന്നെ ഇന്റർനെ എവിടെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. പക്ഷെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ലൈക്ക് ആരുടെയോ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണോ ലൈക്ക് തൃശ്ശൂർ ചാപ്റ്ററിലുണ്ട് എന്ന് ഇങ്ങനെ അറിഞ്ഞു. അപ്പൊ അന്നൊന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ലൈക്ക് ലോങ്ങിൽ ചെന്ന് പഠിപ്പിക്കുക ആ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. ലൈക്ക് എടുത്തുള്ളതിൽ പോകാൻ പറ്റി. നമ്മുടെ നാട് ആറങ്ങോട്ടുകരയാണ്. അപ്പോൾ വളരെ ലൈക്ക് ഇപ്പൊ കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ട് അന്ന് കുഗ്രാഹം പോലത്തെ സാധനമാണ്. അപ്പൊ ഉള്ളതിനടുത്ത് ഏതാ നല്ല ക്ലാസ് ഉള്ളത് അവിടെ ചെന്ന് പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി ആണെന്നുള്ളൂ. അപ്പൊ തൃശ്ശൂർ ചാപ്റ്ററിൽ CA ഇന്റർ ചിയാരത്ത് കുറുക്കഞ്ചേരി പറഞ്ഞ ഏരിയയിൽ സ്ഥലത്തുള്ള ICI നമ്മുടെ ICIയുടെ കീഴിൽ വരുന്ന തന്നെ ചാപ്റ്റർ ഭവൻ അല്ലെങ്കിൽ ICI ഭവൻ എന്നൊക്കെ പറയും. അവിടെ ചെന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അവിടെ കമ്പാരിറ്റീവ് ഫീസ് കുറവായിരിക്കും, ഫെസിലിറ്റി അത്ര വലിയതുണ്ടാവില്ല ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവിടെ ചേരാൻ തീരുമാനിച്ചു. ലൈക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ തോന്നുന്നു AC ക്ലാസ് ഞാൻ കാണുന്നത് അന്നാണ്. ലൈക്ക് ആ ഒരു സെറ്റപ്പിലാണ് ഫസ്റ്റ് ഫുൾ ടൈം AC എന്നുള്ള ഒരു ക്ലാസ്. 18,000 ഫീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചേരാൻ തീരുമാനിച്ചു. ലൈക്ക് പറ്റണത്ര അന്വേഷിച്ചു, നല്ല ക്ലാസ് ആണെന്നൊക്കെ കേട്ടു. പിന്നെ അന്ന് സാർമാര് ആരാണോ നല്ലതാണോ എന്ന് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ലൈക്ക് അറിയില്ല ലൈക്ക് നല്ല സാർമാർ ആരാ. കാരണം ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല അന്ന്. ഞാൻ ഇന്റർനെറ്റ് കയറിയിട്ട് ലൈക്ക് ഒരു പകുതി മാസം കഴിഞ്ഞതിന് ശേഷം ജിയോ ഒക്കെ ഭയങ്കര ഫ്രീ നെറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തു തുടങ്ങിയത്. അതിന് ശേഷമാണ് നമുക്ക് യൂട്യൂബൊക്കെ ഭയങ്കരമായിട്ട് അധികം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച കുറേ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തെറ്റായി വിചാരിച്ച കുറേ ഇൻഫർമേഷൻസ്, നമുക്ക് കുറേ തിരിച്ചറിവുകൾ, അല്ലെങ്കിൽ ലോകം ഇങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, നമ്മൾ ആരും നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങുന്നത് പല മോട്ടിവേഷൻ സ്പീക്കറായിട്ട് പല ആൾക്കാർ പറയണത്, അമേരിക്കയിൽ ഇരുന്ന ആൾക്കാർ പറഞ്ഞ് കേൾക്കുന്നത് ഈ ജിയോ വന്നതിന് ശേഷമാണ്. ഇല്ലേ, ഭയങ്കര ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയില്ല, നമ്മൾ ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നല്ലത് ഏതാണെന്ന് തോന്നുന്നത് അതിൽ നമ്മൾ ചേർന്നു. അങ്ങനെ CA ഇന്റർ ഞാൻ ചാപ്റ്ററിൽ ചേരാൻ തീരുമാനിച്ചു, ചേർന്നു. ലൈക്ക് ആ ഒരു പീരീഡിലാണ് ലൈക്ക് ഭയങ്കര വലിയ മറ്റേ ട്രാൻസ്ഫോർമേഷൻ ആയിന്നൊന്നുമല്ല പറയണത്. ബട്ട് ആ ട്രാൻസ്ഫോർമേഷനുള്ള കുറച്ച് വിത്തുകൾ പാകിയത് ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ്. ലൈക്ക് 150 പിള്ളേരുണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ ഒരു നേച്ചർ അന്നായാലും ആ ഇന്റർ തുടങ്ങുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ അതിനുള്ള കഴിവുകളില്ല. ഇപ്പോൾ ഈ 10+2 അല്ലെങ്കിൽ 10-ന് താഴെയുള്ള ക്ലാസ്സിലൊക്കെ വെച്ചാൽ നമ്മൾ കുറെ ആൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. വെച്ചാൽ ക്ലാസ്സിൽ മെയിനായിട്ട് നടക്കണ ഗേൾസൊക്കെ നോക്കണ, അല്ലെങ്കിൽ ഗേൾസൊക്കെ അവന്റെ വിറ്റിന് ചിരിക്കും, നമ്മുടെ വിറ്റിന് ചിരിക്കില്ല, നമ്മളെ നോക്കാനില്ല എന്നല്ലേ. കാരണം നമ്മൾ ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഇനേർഷ്യായിട്ട് അല്ലെങ്കിൽ മുൻകൈ എടുത്ത ഓരോ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ ലൈക്ക് ഒരു എന്താ പറയുക ഒരു മണഗുണാഞ്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഗേൾസിനോട് മിണ്ടണം, അല്ലെങ്കിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ലൈക്ക് ഒരു എന്താ പറയാ ഒരു അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ വലിയ സംഭവമാണ്. ലൈക്ക് സംഭവം എന്നല്ല, പക്ഷെ ഇപ്പോഴാണ് ലൈക്ക് മനസ്സിലാവും. നമുക്ക് ഓരോ പ്രായത്തിന്റെ ഇതിൽ തോന്നൂലോ, അതൊരു സംഭവമാണ്. അപ്പൊ നമുക്കായാലും ഇങ്ങനെ ഒരു ഇവിടെ ഒരെണ്ണത്തിനെ
വളക്കണം. നമ്മളെ പഠിത്തത്തിന് അത് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കില്ല കേട്ടോ. പക്ഷേ എനിക്കറിയില്ല, ഞാനത് പഠിത്തത്തിന് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കാതിരുന്നതാണോ, അത് എനിക്ക് കിട്ടാത്തതുകൊണ്ട് പഠിത്തത്തിന് എഫക്റ്റീവ് ആവാതായതാണോ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇന്റർവ്യൂ കയറുമ്പോൾ ലൈക്ക് ഇനിയെങ്കിലും ഒരെണ്ണത്തിനെ കിട്ടണം എന്നുള്ളത്. കാരണം എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രമില്ല. അപ്പോൾ പക്ഷെ എന്താ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ട്രൈ ഇടാനുള്ള തീരില്ല. കാരണം ഒരെണ്ണത്തിന് നേരെ നോക്കി കഴിഞ്ഞാലല്ലേ നമുക്ക്, അല്ലെങ്കിൽ നേരെ കണ്ണ് നോക്കിയിട്ടല്ലെങ്കിൽ പോലും നേരെ നോക്കി സംസാരിക്കാൻ പേരുണ്ടെങ്കിലല്ലേ ഈ പരിപാടികൾ നടക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് അതിന് പോലുള്ള തേരില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ലൈക്ക് 100-150 പിള്ളേരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 9 മണിക്ക് ക്ലാസ് കൊടുന്ന് വെച്ചാൽ 9:05 ഞാൻ എത്തുന്ന വെച്ചാൽ ആ ക്ലാസ്സിൻ്റെ മുന്നിൽ കൂടെ ഏറ്റവും ബാക്കിൽ ചെന്നിരിക്കാൻ തന്നെ പേടിയാണ്. കാരണം എല്ലാവരും നമ്മളെ നോക്കൊന്നുമില്ല, ബട്ട് എന്നാലും നമ്മളെ ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ ആലോചിക്കും അയ്യോ നമ്മളെല്ലാവരും നോക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂല. അത് വെച്ചാൽ ഭയങ്കര ഷൈ ക്യാരക്ടറായിരുന്നു. നേരിട്ട് ആരോടും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല തോന്നുന്നതിലേക്ക് 2-3 ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരായിട്ടൊക്കെ മിണ്ടിയായിരുന്നു. പിന്നെ പോകെ എല്ലാവരായിട്ടും മിണ്ടിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് എന്നാലും ഗേൾസിനായിട്ട് ഭയങ്കരമായിട്ട് മിണ്ടരൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ മെയിൻ ആവാനുള്ള സംഭവം, അല്ലെങ്കിൽ സ്വയം അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ മെയിൻ ആവണം, അല്ലെങ്കിൽ പോലെ പരിപാടി ഡാൻസ് പരിപാടിയൊക്കെ വരുമ്പോൾ ഡാൻസ് ഫ്രണ്ടിൽ നിന്ന് കളിക്കണം. പക്ഷേ അതിനുള്ള കഴിവില്ല, സംഭവമില്ല. അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ പാട്ട് പാടാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ആ സാറ് പാട്ട് പാടാൻ ആരെങ്കിലും വരുമോ ചോദിക്കുമ്പോൾ കൈ പൊക്കണം ഉള്ളിൽ ആഗ്രഹം പോലും പുറത്ത് ഉള്ള ധൈര്യം. കാരണം എങ്ങനത്തെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഓവർ തിങ്ക് ചെയ്യുക. അപ്പം അങ്ങനെ കുറേ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. അതിൻ്റെ കൂടെ CPT ഫസ്റ്റ് പിന്നെ പാസ്സായതിൻ്റെ ചെറിയൊരു പൊലിവ് ഉണ്ടായിരുന്നുള്ളിൽ. ബട്ട് ഇന്റർന് ഞാൻ ഡെയിലി അന്നൊന്ന് പഠിച്ചില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഞാൻ ആദ്യമൊക്കെ ഞാൻ CPT കഴിഞ്ഞ ശേഷം കുറച്ച് ഇന്റർന് ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്നുണ്ടായിരുന്നു. അവിടെ തൊട്ടടുത്തുള്ള തന്നെ MIC പറഞ്ഞൊരു ഹോസ്റ്റലിലാണ് നിന്നുണ്ടായിരുന്നു. ശക്തി സ്റ്റാൻഡ് അടുത്ത് തന്നെ എടുത്തായിട്ട് വരുന്നത് മറ്റേ സൺ ഹോസ്പിറ്റൽ, മെട്രോ ഹോസ്പിറ്റലാണ്, എന്തൊരു ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു MIC. മുസ്ലിംസ് മാത്രം നിൽക്കുന്ന ഒരു ഹോസ്റ്റലിലാണ് ഞാൻ കുറച്ച് മാസം നിന്നിട്ടുണ്ടായിരുന്നു ഈ ഇന്റർന് സമയത്ത്. കാരണം തൃശ്ശൂർ പറയുമ്പോൾ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. ഞാൻ CPT തന്നെ ഭയങ്കര ടയേർഡായിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ CPT പാസ്സായല്ലോ ഉള്ളതുകൊണ്ട് പിന്നെ അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് ഹോസ്റ്റലിൽ നിന്ന്. കാരണം അന്ന് മന്ത്ലി എനിക്ക് തോന്നുന്നു മാസം 5000-4000 എന്തോ റെന്റ് ഉണ്ടായിരുന്നു. അവിടെ കൂടുതലും CA റിലേറ്റഡ് അല്ലെങ്കിൽ CMA റിലേറ്റഡ് തന്നെ പിള്ളേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് തന്നെ. കാരണം ഈ ചാപ്റ്റർ തൊട്ടടുത്തുള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ചടുത്തുള്ള ഹോസ്റ്റലായതുകൊണ്ട് തന്നെ മുസ്ലിംസൊക്കെ കൂടുതൽ അവിടെ താമസിക്കുന്നത് മുസ്ലിം ഹോസ്റ്റലാണ്. പിന്നെ അവിടുത്തെ വാർഡനായാലും എന്താണ് 10 മണിക്ക് ശേഷം കയറ്റത്തില്ല ഹോസ്റ്റലിൽ ആൾക്കാരെ, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ശേഷം ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ സുബി നിസ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ സ്ട്രിക്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നിയാസം ഭയങ്കരമായിട്ട് കാണിക്കാനുള്ള ഒരു ധൈര്യവും ഇല്ല, എനിക്ക് ഒട്ടുമില്ല വേറെ കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു എൻവയറമെൻ്റ് ആയിരുന്നു. എന്താണ് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരു 7 മാസം ഉണ്ടെങ്കിൽ പോലും എൻ്റെ +2നേക്കാളും കൂടുതൽ ഞാൻ ആഘോഷിച്ച അല്ലെങ്കിൽ സന്തോഷിച്ച ഒരു പീരിയഡ് ഓഫ് ടൈമാണത്. കാരണം എന്താണ് എൻ്റെ ഒരുപാട് ചേഞ്ചസിന് തുടക്കം അവിടെ നിന്നാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഡാൻസ് കളിക്കണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വിത്ത് വാങ്ങിയത് ആ ഒരു പീരീഡിലാണ്. ഗ്രൂപ്പ് ഡാൻസ് ഏറ്റവും ബാക്കിൽ നിന്നാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പരിപാടികളുണ്ടായിരുന്നു ചാപ്റ്ററിലേക്ക്. ഒന്ന് ഞങ്ങളുടെ ബാച്ചായിരിക്കും കൂടുതൽ പരിപാടികളുണ്ടായിട്ടുണ്ടാവും തോന്നുന്നു. കാരണം 150 പിള്ളേരുണ്ടായിരുന്നു. അതിന് മെയിൻ ക്രെഡിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ മെയിനായിട്ടുണ്ടായിരുന്ന കുറച്ച് പേരായിട്ട് ഞങ്ങൾ കമ്മിറ്റി പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ബട്ട് എന്നാലും കുറച്ച് പഠിപ്പിക്കുന്നല്ല കുറച്ച് നമ്മൾ ടീച്ചർമാരുടെ പറ്റി അല്ലെങ്കിൽ സ്റ്റാഫ്മാരുടെ പറ്റി പറഞ്ഞ കുറച്ച് പിള്ളേരുണ്ടാവില്ല, അങ്ങനെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ 150 പിള്ളേരിൽ 10 പിള്ളേരുണ്ടായിരുന്നു. പേര് കൃത്യമായിട്ട് കൊണ്ട് ഓർമ്മയിട്ടില്ല, ഓർമ്മയുണ്ട്, കുറച്ച് പിള്ളേരായിരുന്നു. അപ്പോൾ അവർ മുൻകൈ എടുത്തിട്ട് ഇപ്പോൾ ഓരോ ടീച്ചർമാരുടെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോഴായാലും ആ സാറിൻ്റെ വൈഫിനെ സാറ് പോലും അറിയാതെ വിളിച്ചിട്ട് എന്താണ് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് പിള്ളേരെല്ലാം എടുത്തിട്ട് സാറ് ഇന്റർവെൽ ആയിട്ട് വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആ വൈഫിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വേറെ സാറിൻ്റെ ഫെയർവെല്ലും ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ക്രിസ്മസിനായാലും ഓണത്തിനായാലും എല്ലാ പരിപാടികളും, വിഷുവിന് ഓണപ്പൂക്കളം, അല്ലെങ്കിൽ പോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പരിപാടികളാകുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസുകളിലാണ്. അപ്പോൾ ഈ ബോയ്സൊക്കെ ഗ്രൂപ്പ് ഡാൻസ് കളിക്കും. അപ്പോൾ ഞാനൊക്കെ ഏറ്റവും ബാക്കിലായിരുന്നു. കാരണം ഞാൻ ഹൈറ്റും ഉണ്ട്, പിന്നെ കളിക്കാനും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ബാക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്നും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു തീപ്പൊരി കിട്ടിയത് എനിക്ക് ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ്. പിന്നെ ഞാൻ ഇപ്പോൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എനിക്കങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടും കുറേ കളിയാക്കി ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ നാട്ടിൽ ആരെങ്കിലും അറിയോടാ, അല്ലെങ്കിൽ നീ പെണ്ണുങ്ങളെ പോലെ വീട്ടിൽ തന്നെയാണ് 24/7 ഇരിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടു. അപ്പോൾ എനിക്ക്
ലൈക്ക് ഇതിനൊക്കെ പകരം വീട്ടിലാണെങ്കിൽ പകരം ചോദിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, അത് അല്ലെങ്കിൽ ഓപ്ഷനില്ല. പിന്നെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഫേമസ് ആവാം, അപ്പോൾ എല്ലാവരും അറിയുമെന്ന് വിചാരിക്കാം. പക്ഷെ അന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ല, അല്ലെങ്കിൽ നേരിട്ട് ആൾക്കാർ സംസാരിക്കാൻ തന്നെ വേണം. പക്ഷെ അതിനുള്ള ധൈര്യമില്ല എനിക്ക്. അപ്പോൾ ഈ കളിയാക്കിലിരുന്ന് കേൾക്കുക എന്നുള്ള ഒരു വഴി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇന്റർനെറ്റ് സമയത്തായാലും ഇപ്പോൾ ഡാൻസ് കളിച്ച് അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഡാൻസ് ഒന്ന് കളിക്കാൻ തുടങ്ങി എന്ന് കരുതിയിട്ട് എനിക്ക് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ ഇന്ന് ഡാൻസ് വീഡിയോ ഇടാനുള്ള ധൈര്യം അന്നുണ്ടായിരുന്നില്ല. കാരണം അന്ന് നെറ്റും ഇല്ല. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എറടൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലരും വീഡിയോസ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഒരു ഇനീഷ്യൽ പീരീഡ് ആയിരുന്നു അത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സോഷ്യൽ മീഡിയയിൽ മെയിൻ ആണോ അല്ലെങ്കിൽ ഇതിടണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഒരു ജോബ് കിട്ടുക, നാട് വിടുക, UK പോയി സെറ്റിൽ ആവുക. അവിടെ ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ നാട്ടിൽ ആരും കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ലൈക്ക് ആരും അറിയാത്ത പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പെട്ടെന്ന് CA പാസ്സാവുക, നാട് വിടുക, അവിടെ പോയി സെറ്റ് ആവുക. കാരണം ലൈക്ക് നാട്ടിൽ എനിക്ക് അങ്ങനെ വലിയ കണക്ഷൻ ഇല്ല. നാട് ലൈക്ക് സത്യം പറഞ്ഞാൽ വെറുത്ത് കളിയാക്കുന്ന സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ നമുക്ക് നെഗറ്റീവ് കിട്ടുന്ന ചില സ്ഥലം തന്നെ നമ്മൾ വെറുക്കൂല. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ലീവ് ദാറ്റ് പ്ലേസ്. അങ്ങനത്തെ ഒരു സിനാരിയാണ്. ഇപ്പോൾ ഇതിൽ നല്ല ഏത് റിലേഷൻ എന്തിലാണെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. ഓരോ ക്ലാസ്സുകളും ഇങ്ങനെ കേട്ട് അത്യാവശ്യം പഠിക്കാനുണ്ടായിരുന്നു. CA ഫൈനലിൽ അത്രക്കും നിലയിൽ പോലും അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു ഫ്ലോയിൽ അങ്ങനെ പഠിച്ച് പോയി. എക്സാമിന് ഒരു മാസം മുന്നൊക്കെ ക്ലാസ് കഴിഞ്ഞു. ലൈക്ക് പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിലും ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു മാസം വീട്ടിൽ നിൽക്കും, എന്നിട്ട് ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യും. ലൈക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസും ലൈക്ക് പിന്നെ നമുക്ക് അതിനുണ്ടാവുമല്ലോ പാരൻസിൻ്റെ പൈസ അധികം ചിലവാക്കരുത് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ലൈക്ക് ക്ലാസ്സസൊക്കെ കഴിഞ്ഞു. ലൈക്ക് അതിൻ്റെ ഇടയിൽ ലൈക്ക് ഈ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ഡാൻസ് പ്രോഗ്രാം സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡാൻസ് എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ക്ലാസ്സിൽ മെയിനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഒരു ലാസ്റ്റ് സമയമാകുമ്പോൾ ഈ 6 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മയിൽ പറഞ്ഞ ഒരാളുണ്ട് ലൈക്ക് എൻ്റെ ക്ലാസ്സിൽ. അവനാണ് എൻ്റെ ചോദിച്ചാൽ നീ ഡാൻസ് കളിക്കാൻ വരുന്നുണ്ടോ. അപ്പോൾ എൻ്റെ ഉള്ളിലാണെങ്കിൽ എനിക്ക് കളിക്കാൻ വരണമെന്നുണ്ട്. കാരണം അതിന് മുന്നേ കളിച്ചിട്ടുള്ളവരൊക്കെ 150 പിള്ളേരുള്ളതാണ്. ആൺപിള്ളേർ 10-30 പിള്ളേർ ലാസ്റ്റാണ് ഞാൻ മുന്നേ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലാണെങ്കിൽ 6 പേരുള്ളത്. പക്ഷെ എനിക്കാണെങ്കിൽ കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ലൈക്ക് കാരണം നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഒരു കഴിവില്ലാത്തവന് മെയിൻ ആവണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടല്ലേ മെയിൻ ആവാൻ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റ് ഞാൻ ഉണ്ട് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പേടിയാണ് ഇവരുടെ ഇപ്പോൾ ഞാൻ ചെന്നിട്ട് ഞാൻ നമ്മൾ കളിച്ചില്ല എനിക്ക് ഇവരുടെ കളിയാക്കൽ കേൾക്കേണ്ടി വരും. അപ്പോൾ അമ്മയിലാണെങ്കിൽ അടുത്ത് വാട കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. അവൻ ലൈക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ അവനായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. പക്ഷെ ദേഷ്യമായിട്ടൊന്നുമല്ല. ഇപ്പം അവൻ എവിടെ വർക്ക് ചെയ്യണം, ഞാൻ എന്തോ എൻ്റെ കാര്യമായിട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ അവനാണ് എനിക്ക് തോന്നുന്നത് ലൈക്ക് എനിക്ക് അവന് പിന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു എന്നല്ല. ബട്ട് എന്നാലും ആ ഡാൻസ് ഞാൻ കളിച്ചപ്പോൾ എന്നെ കുറച്ചുകൂടി ആൾക്കാർക്ക് വിസിബിൾ ആയിരുന്നു. കാരണം 6 ആൾക്കാരുള്ള ഞാൻ അതിലും ബാക്കിൽ തന്നെയായിരുന്നു. ബട്ട് എന്നാലും കുറച്ചുകൂടി വിസിബിൾ ആയിരുന്നു. ഞാൻ സ്റ്റേജിൽ ഫസ്റ്റ് നിന്ന് കളിക്കുന്നത് അതാണ്, ഇത്തിരി നമ്പർ ഓഫ് പീപ്പിൾ കുറവായിട്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ലൈക്ക് അത് കഴിഞ്ഞിട്ട് കയ്യടി കൂടുതൽ ഫ്രണ്ടിലവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും 1-2 പേര് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിട്ട് കൊള്ളാറ ഡാൻസ് വലിയ കാര്യമൊന്നുമില്ല ഡാൻസ്. പക്ഷെ നമ്മൾ ഈ CA പിള്ളേരുടെ വെച്ച് നോക്കുമ്പോൾ പിന്നെങ്കിലും എന്തൊക്കെ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ എന്നാലും എന്താ പറയുക, നമുക്കൊരു ചെറിയൊരു ഹോപ്പ് തരണതൊക്കെ പറയില്ലേ, അങ്ങനെ കുറച്ച് എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയത് ആ ഒരു ടൈമിലാണ്. അപ്പം ഇവനെന്നെ നിർബന്ധിച്ചില്ലായിരുന്നു ഞാൻ ആ ഡാൻസ് കളിക്കില്ലാവില്ലായിരുന്നു. അത് ഞാൻ കളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ചിലപ്പോൾ രണ്ടാമത് ഡാൻസ് കുറിച്ച് ആലോചിക്കില്ലായിരുന്നു. ചിലപ്പോൾ ഞാൻ സ്വയം എഫേർട്ട് ഇട്ട് ചിലപ്പോൾ ചെയ്തേക്കാട്ടെ. പക്ഷെ നമുക്ക് ആൾട്ടർനേറ്റീവ് സിനാരിയോയിൽ എന്തായാലും ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ടാണ് അന്നേ ഡാൻസ് ലൈക്ക് ചെറിയ രീതിയിൽ കളിച്ചത്. പിന്നീട് ഇതിന്റെ ബാക്കി അല്ലെങ്കിൽ ഇതിന് ഇത്തിരി ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് പിന്നീടൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഇന്റർവ്യൂ ബ്യൂട്ടിഫുൾ ആവാൻ കാരണം തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യില്ല വിചാരിച്ച പല കാര്യങ്ങളും ചെറിയ രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്ന്, അല്ലെങ്കിൽ ഞാൻ ലൈക്ക് ഇതുവരെ അങ്ങനെ ഡാൻസ് ചെയ്യാത്ത സംഭവം ചെയ്ത്. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലൈക്ക് നേരിട്ട് പ്രൊപ്പോസൽ നടത്തിയിട്ടുള്ളത് ഈ ഒരു പീരീഡിലാണ്. നടന്നില്ല, അത് ആക്സെപ്റ്റ് ആയില്ല. ലൈക്ക് അത് കുട്ടി ബുദ്ധിപൂർവ്വമായിട്ട് നടന്ന് ലൈക്ക് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിന് 2 അറ്റംപ്റ്റ് വരികയായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല കിട്ടിയില്ല, വേറെ കാര്യം. ലൈക്ക് അത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു അപ്ലിക്കേഷൻ തന്നെയായിരുന്നു. അത് ചൈനയുടെ ഓപ്പോസിറ്റുള്ള ആളുടെ അയക്കുന്നത് അല്ലെങ്കിൽ വേറെ കാസ്റ്റ് ആയിരുന്നു. അത് ലൈക്ക് അത് നല്ല തന്നെയായിരുന്നു. എല്ലാം നല്ല തന്നെയായിരുന്നു. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ആക്ച്വലി ഞാൻ പല കാര്യങ്ങൾ ചെയ്തു. അതൊന്നും വർക്കൗട്ടായിട്ട് വലിയ സംഭവമായിട്ടില്ല. ഒരു ലൈക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കി വന്നിട്ടില്ല. ബട്ട് എന്നാലും എനിക്ക് ലൈക്ക് കുറച്ചൊക്കെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ലൈക്ക് ഹോപ്പ് അല്ലെങ്കിൽ ഇത്തിരി ധൈര്യം അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു വിത്തില്ലാതെ നമുക്ക് മരം ഉണ്ടാവത്തില്ലല്ലോ. അപ്പം അതിനൊക്കെ ഒരു വിത്ത് പാകിയത് ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ്. ഒരുപാട് എൻജോയ് ചെയ്തു ഞാൻ. കാരണം കുറേ പ്രോഗ്രാംസുകൾ കണ്ട് ലൈക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ ഗേൾസിനോട് സംസാരിച്ചിട്ടുള്ള പീരീഡ് അതായിരിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ അതില്ല. അപ്പോൾ എനിക്ക് ഇല്ലാത്ത സാധനം ചെയ്യുമ്പോഴല്ലേ കൂടുതൽ ഒരു ഇത് ഉണ്ടാവുക, ഒരു സന്തോഷം ഉണ്ടാവുക.
അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ഞാൻ നല്ല എഫേർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ല. ബട്ട് ഒരു എൻ്റെതായ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ പറയത്തില്ല, പറയാനുള്ളൊരു വാല്യൂ എനിക്കായിട്ടില്ല. അത് പഠിച്ചു, എഫേർട്ടിട്ട് പഠിച്ചിട്ട് ഞാൻ ബോത്ത് ഗ്രൂപ്പ് എഴുതി. ബോത്ത് ഗ്രൂപ്പ് എഴുതിയെങ്കിൽ പോലും സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ എങ്ങാനും പാസ്സാവണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ച് ചെവി കൂടെ എല്ലാ വെള്ളം പോരട്ടെ എന്നുള്ള രീതിയിൽ എഴുതി. പക്ഷേ ഒരു ഗ്രൂപ്പ് തന്നെ പാസ്സായുള്ളൂ, ലെക്കൊന്നും നടന്നില്ല. ഞാൻ 100% എഫേർട്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടാണ് പാസ്സായി. സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു അധികം എഫേർട്ട് എന്നാലും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പാസ്സായില്ല. എന്നിട്ട് ഞാൻ ആർട്ടിക്കിൾഷിപ്പിന് രജിസ്റ്റർ ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായതിനു ശേഷം രജിസ്റ്റർ ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം 150 പിള്ളേരുണ്ടെങ്കിലും അതിലൊരു 10-25 സംതിങ് പേരാണ് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായത്. 150 പിള്ളേരിൽ ബോത്ത് പാസ്സായ 3 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും കിട്ടാത്തതിന് ഭേദമല്ല എന്തെങ്കിലും കിട്ടിയെന്നുള്ള ഒരു ഇതിലായാലും വീട്ടുകാരിലേക്ക് തോറ്റ് എന്താണെങ്കിലും തോറ്റ് രണ്ടാമത് പഠിച്ച കിട്ടാകില്ലല്ലോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. 10ാം ക്ലാസ് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ 50-ൽ 45 മാർക്ക് കിട്ടി, 5 മാർക്ക് എവിടെ നമുക്ക് പോയി ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ മാർക്ക് അയൽവാസത്തെ കുട്ടികളുടെ മാർക്കൊക്കെ കമ്പയർ ചെയ്തിട്ട് ഈ സി ഒക്കെ വന്നതിന് ശേഷം ഒരിക്കലും പഠിച്ച് കിട്ടാത്തത് ബാക്കിയുള്ളവർ കിട്ടുന്നത് ആ ഒരു ഡയലോഗ് പറഞ്ഞില്ല. വീട്ടുകാരൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എഴുതി. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പ് പാസ്സാവണമെന്നില്ല എഴുതാൻ ആർട്ടിക്കിൾഷിപ്പ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായത് വെച്ചിട്ട് ആർട്ടിക്കിൾഷിപ്പിന് കയറി. എന്നിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായതിനു ശേഷം ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എക്സാം എഴുതിയതിനു ശേഷം ആർട്ടിക്കിൾഷിപ്പിന് കയറി. റിസൾട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തില്ല. ആർട്ടിക്കിൾഷിപ്പിന് കയറിയിട്ട് റിസൾട്ട് വന്നപ്പോൾ അൽഹംദുലില്ലാ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായി. അപ്പോൾ എൻ്റെ 1 മാസം 1.5 മാസത്തെ ഡിലേ ആയുള്ളൂ. ആ ഫസ്റ്റ് ഗ്രൂപ്പ് റിസൾട്ട് വന്നിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എക്സാം എഴുതാന ആ ഒരു ടൈം വരെ ഡിലേ ഉള്ളൂ. സെക്കൻഡ് ഗ്രൂപ്പ് റിസൾട്ട് ടൈം വരാൻ കാത്തുന്നില്ല. നമ്മൾ ആർട്ടിക്കിൾഷിപ്പിന് കയറി. ഞാൻ നല്ല എഫേർട്ട് ഉണ്ടാകും സെക്കൻഡ് ഗ്രൂപ്പിനായാലും. അങ്ങനെ അൽഹംദുലില്ലാ അത് പാസ്സായി. എല്ലാവരും വീണ്ടും സന്തോഷം തന്നെയായി, ഹാപ്പി ആയി. കാരണം 2ാമത്തെ ലെവൽ കഴിഞ്ഞല്ലോ, ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ. എന്നാലും ഫൈനൽ ഓരോ സംഭവം എടുക്കണം. ബട്ട് എന്നാലും ഇനി ഒരു 3 കൊല്ലത്തേക്ക് വേറെ സംഭവങ്ങളില്ല, അതിന് ആർട്ടിക്കിൾഷിപ്പ് മാത്രമുള്ളൂ. എന്നാലും ഒരു 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 ലെവൽ തന്നെയാണല്ലോ അത്. കഴിയാന്ന് പറഞ്ഞ ചില്ലറല്ല. അപ്പോൾ ഇന്റർവ്യൂ കുറേ പേര് ചെക്കായിരിക്കും നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഞാനും ഭയങ്കര സിസ്റ്റമാറ്റിക്കായി പഠിച്ചു എന്നല്ല, ബട്ട് എന്നാലും നല്ല എൻ്റെ ഞാനിപ്പോൾ പല പിള്ളേർ ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവർ എല്ലാവരും തോറ്റു പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഒരു കാര്യം. നീ നിൻ്റെ 100% കൊടുത്തിട്ട് അങ്ങനെ തോറ്റു ചോദിക്കുമ്പോൾ അവർ പറയാൻ 100% കൊടുത്തിട്ടില്ല, ബട്ട് എന്നാലും ഒരുവിധം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പോരാ പറഞ്ഞാൽ പോരാ. 100% കൊടുത്തിട്ട് തന്നെ ആൾക്കാർ പാസ്സാവണില്ല. പിന്നെയാണ് നിന്റെ 90, 80, 70% പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നീ വരാതിരിക്കാൻ നല്ലത്. നിനക്ക് 2 കൈയും കാലും ഉണ്ടല്ലോ, തലയുടെ ഉള്ളിൽ തലച്ചോറുണ്ട്, കാട്ടും നല്ലല്ലോ. അപ്പോൾ നമുക്കുള്ള തലച്ചോറ് വെച്ചിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൂ. നല്ല എഫേർട്ട് ഇടണം. 100% നിനക്ക് തോന്നണം ഇതിനപ്പുറത്തേക്ക് എന്നെ പഠിച്ചു കഴിഞ്ഞാൽ ചാവും. കഴിഞ്ഞാൽ പട്ടിണി കിടന്നും ഉറക്കില്ലാതെന്നല്ല, ബട്ട് എന്നാൽ നിന്റെ ഉള്ളിൽ സാറ്റിസ്ഫൈ തോന്നണം. ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇത്രയൊക്കെ പഠിക്കണോ, ഇത് തന്നെയാണ് മാക്സിമിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു തോട്ട് വരണവരെ നീ പഠിക്കണം. എന്നിട്ട് പാസ്സായില്ലെങ്കിൽ അത് വിദ്യ അല്ലെങ്കിൽ ലക്കില്ലായ്മ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒട്ടും എഫേർട്ട് ഇടാതെ പാസ്സാകത്തിന് വിദ്യയുടെ മേലെ പൈസ ആയിട്ട് കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളവർ പാസ്സായി എന്ന് പറഞ്ഞിട്ട് ക്രിമി അടിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ കയ്യും കാട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ നേരിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിത്ത് കിട്ടിയത് എനിക്ക് ഇന്ററിൻ്റെ ടൈമിലാണ്. കാരണം അത് ഇപ്പോൾ ഡാൻസ് ആയാലും ഡാൻസ് കളിച്ചപ്പോൾ ഇത്തിരി കോൺഫിഡൻസ് കിട്ടി. ഒരു പെണ്ണിനെ നേരിട്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ ഇത്തിരി കോൺഫിഡൻസ് കിട്ടി. എന്നാലും നാളെ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ പറയില്ല കേട്ടോ. നിങ്ങൾ ആരും ചില ഇതൊക്കെ നമുക്ക് ധൈര്യം ഉണ്ടാക്കിയാണ്. നമ്മൾ ഒട്ടും പറ്റില്ല വിചാരിച്ച സാധനങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പോഴായാലും എനിക്ക് കാണുമ്പോൾ കുട്ടികൾക്ക് നിന്നിട്ട് മിണ്ടാളെ ധൈര്യമൊന്നുമില്ല. ബട്ട് എന്നാലും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ പണ്ട് അത്ര പോലും ഇല്ല. ആ കുട്ടി എന്ത് വിചാരിക്കും, നമ്മളെന്തെയും ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്ന കാര്യം എനിക്ക് പണ്ടേ പറ്റും. അല്ലാതെ എന്താ പറയുക പെട്ടെന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും നോ പറഞ്ഞെടുത്ത് നോ പറയാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ്, ഒരു സ്പാർക്ക്, ഒരു തീപ്പൊരിക്കുള്ള വലിയ ആളിക്കത്താനുള്ള തീക്കുള്ള ഒരു സ്പാർക്ക് കിട്ടിയത് ആ ഒരു പീരീഡിലാണ് എനിക്ക്. അതുപോലെ അതിന് പുറമെ ആയാലും കുറച്ച് നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രോഗ്രാം ആയാലും ഫണ്ണായാലും ചിരിയായാലും നമുക്ക് കുറച്ച് റെക്കഗ്നിഷൻ കിട്ടി ക്ലാസ്സിൽ. ചില ഭയങ്കര അല്ല, ബട്ട് എന്നാൽ നമുക്കുള്ള സർക്കിളിൻ്റെ ഇടയിൽ കുറച്ച് റെക്കഗ്നിഷൻ ഇഷ്ടമാതിരി ഊക്കൽ കിട്ടിയിരുന്നു. പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഊക്കലായിരുന്നു. അങ്ങനെ ഹാർട്ടാക്കുന്ന രീതിയിൽ ഊക്കലൊന്നും അല്ലായിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ ടൈം തന്നെയായിരുന്നു. കുറച്ച് മാസത്തിൽ കുറേ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. കുറച്ച് മാസങ്ങളായതുകൊണ്ടാണ് അത് ബ്യൂട്ടിഫുൾ ആയെന്ന് എനിക്കറിയില്ല. ഫുൾ AC ക്ലാസ് കാണാൻ കൊള്ളാന്ന് കുറേ കുട്ടികൾ, തൃശ്ശൂർ നിന്നൊക്കെ ഉള്ള പിള്ളേരുണ്ടല്ലോ, അത്ര ദൂരത്തുള്ള പിള്ളേരൊക്കെ അങ്ങനെ ആ ഒരു എൻവയറമെന്റ് എനിക്ക് ഫസ്റ്റ് ടൈമാണ്.
അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയാൽ ഒബ്വിയസ്ലി ഗേൾസിനെ നോക്കും. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇനി അയ്യ സാറ് കോഴിയാണ് അങ്ങനെ ഇങ്ങനെയൊന്നും പറയാനൊക്കെ എല്ലാ ബോയ്സും കോഴി തന്നെയാണ്. പക്ഷെ നമ്മളത് നമ്മുടെ വർക്കിനെ എഫക്ട് ചെയ്യാതെ കൊണ്ടുപോകണതിലാണ് കാര്യം. കോഴിത്തരം മാത്രമായിട്ട് പോകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യരുത് ഫിസിക്കലി. നമ്മൾ പിന്നാലെ നടന്നിട്ട് നമുക്ക് രസത്തിന് വേണ്ടി നമ്മൾ പലതും പറയും, ചിരിക്കും, സംസാരിക്കും. പക്ഷെ എന്നതിനെ ഹേർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രശ്നമുള്ള സംഭവമല്ല. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ സി എൻട്രലിലെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ആർട്ടിക്കൽഷിപ്പിന്റെ സംഭവങ്ങളായിട്ട് കാണാം. ഇത് കുറച്ച് ലെങ്ത് ആയി തോന്നുന്നുണ്ട്. മാക്സിമം പരമാവധി കട്ട് ചെയ്ത് കുറക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ശരി.